മഴക്കുറവിനെ തുടർന്ന് ഭൂതത്താൻകെട്ട് ഡാമിലെ ജലനിരപ്പ് മുൻപെങ്ങുമില്ലാത്ത വിധം താഴ്ന്ന നിലയിൽ. ജലനിരപ്പ് താഴ്ന്നതിനെ തുടർന്ന് 15 ഷട്ടറുകളിൽ 12 എണ്ണവും അടച്ചു. എന്നാൽ കഴിഞ്ഞ വർഷം ഇതേ സമയം 15 ഷട്ടറുകളും തുറന്നാണ് ജലനിരപ്പ് നിയന്ത്രിച്ചത്. മഴക്കുറവിനെ തുടർന്ന് പെരിയാറിലെ ജലനിരപ്പ് താഴ്ന്ന കാരണത്താൽ ഭൂതത്താൻകെട്ട് ഡാമിന്റെ ഷട്ടറുകൾ അടച്ചു. 15 ഷട്ടറുകളിൽ 12 എണ്ണവും ഞായറാഴ്ചയോടെ അടയ്ക്കുകയായിരുന്നു. നിലവിൽ 3 ഷട്ടറുകൾ മാത്രമാണ് തുറന്നിരിക്കുന്നത്. മുൻവർഷങ്ങളിൽ ഒന്നും തന്നെ പ്രകടമാകാത്ത വിധത്തിൽ ജലനിരപ്പ് താഴ്ന്നതിനെ തുടർന്നാണ് ജലസംഭരണത്തിനായി ഷട്ടറുകൾ താഴ്ത്തിയിരിക്കുന്നത്. 2025 ജൂലൈ 27 ഡാമിന്റെ ജലനിരപ്പ് 29.9 മീറ്ററായിരുന്നു. 15 ഷട്ടറുകളും ഉയർത്തിയ ശേഷവും ജലനിരപ്പ് ഇതേ അളവിൽ തന്നെ തുടർന്നു. അതേസമയം കഴിഞ്ഞ ദിവസം 12 ഷട്ടറുകളും അടച്ച ശേഷം ജലനിരപ്പ് 30 മീറ്ററിലാണ് എത്തിയിരിക്കുന്നത്. ഓരോ മണിക്കൂറിലും പെരിയാർ വാലി അധികൃതർ ജലനിരപ്പിന്റെ കണക്ക് രേഖപ്പെടുത്തുന്നുണ്ട്. കുടിവെള്ള പദ്ധതികൾക്ക് പലതിനും ഭീഷണിയാകും എന്ന സാഹചര്യം നിലനിൽക്കുന്നുകൊണ്ടാണ് ജലനിരപ്പ് ഇത്തരത്തിൽ നിലനിർത്തിയിരിക്കുന്നതെന്നാണ് അധികൃതരുടെ വിശദീകരണം. കാലവർഷം ദുർബലമായതിനെ തുടർന്ന് മുൻപെങ്ങുമില്ലാത്ത രീതിയിലാണ് ജലനിരപ്പ് താഴ്ന്നിരിക്കുന്നത്. ജലനിരപ്പ് താഴ്ന്നാൽ കീരമ്പാറ പഞ്ചായത്തിലെ ഉൾപ്പെടെ കുടിവെള്ള പദ്ധതികളുടെ കാര്യം പരുങ്ങലിലാവും. ഇടമലയാർ പവർ ഹൗസിലെ വൈദ്യുതോൽപാദനം കുറഞ്ഞതിനെ തുടർന്ന് പെരിയാറിലേക്കുള്ള ജലമൊഴുക്കിന് കുറവ് സംഭവിച്ചിട്ടുണ്ട്. മഴക്കാലത്ത് നിറയാറുള്ള കല്ലാർകുട്ടി, ലോവർ പെരിയാർ ഡാമുകളിൽ നിന്നുള്ള അധിക ജലവും താഴേക്ക് എത്തിയിട്ടില്ല. കാലവർഷത്തിന്റെ കുറവ് ജനജീവിതത്തെ ഗുരുതരമായി ബാധിക്കും എന്നതിന്റെ തെളിവാവുകയാണ് ഇത്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.